ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വിഷുവിൻ്റെ തലേന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. വിഷുവിൻ്റെ തലേന്ന് രാത്രിയിൽ ഏകദേശം ഒരു 9:30-10 മണിയിലായ ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മേലത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ പൊന്നൂസിന് ചോറെല്ലാം കൊടുത്ത് ഞാനും ചോറിലുണ്ടേശാണ് മേലത്തെ വീട്ടിൽ പോയത്. അപ്പോൾ അവിടെ കാരപ്പൊക്കെ ചുടുന്നുണ്ട് കണി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് അരി അരക്കാനെല്ലാം ഉണ്ടായിന്. അപ്പം ഞാനൊരു 10 മണിയെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ടായിന്. നേരത്തെ തന്നെ കാരപ്പൊക്കെ ചൂട്ടിട്ടായിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് അരിയൊക്കെ അരച്ചു കൊടുത്തു. വിഷുവിൻ്റെ അന്ന് രാവിലെ ചായക്ക് കടിയായിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയും ആക്കാമെന്ന് വിചാരിച്ച് തലേന്ന് തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ പണികളൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ പോയിട്ട് ഒരു കാരപ്പെടുത്ത് തിന്നാൻ നോക്കുമ്പോഴത്തേക്ക് പൊന്നൂസിന് ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ടായിന്. പൊന്നൂസും തിന്നുന്നുണ്ടായിന്. അപ്പം ഞാനും ഓക്കാട് ഇരുന്നിട്ട് ചെറിയ കഷ്ണം കാരപ്പൊക്കെ തിന്നാൻ കൊടുത്തിട്ട് അവിടെ കുറേ സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട്. പിള്ളേരാണെങ്കിൽ പടക്കമെല്ലാം പൊട്ടിച്ചിട്ട് മുറ്റത്തെല്ലാം ഫുള്ള് കാട്ടായിട്ടാണുള്ളത്. പിന്നെ കണിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ നോക്കി. ചക്കയും മാങ്ങയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണുള്ളത്. കാരപ്പമായി ഇനിയിപ്പം രാവിലെ കണി വെക്കുകയേ വേണ്ടു. ഞാനൊരു 11:30-12 മണിയെല്ലാം ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ വിഷുവിൻ്റെ അന്ന് 5:45 ആയ സമയത്താണ് പൊന്നൂസിനും കൂട്ടിയിട്ട് കണി കാണാൻ പോയിട്ടുണ്ടായിന്. പൊന്നൂസിന് കണിയൊക്കെ കാണിച്ചിട്ട് പൊന്നൂസിന് കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. അമ്മമ്മ കൊടുത്തിട്ടുണ്ടായിന്. എനിക്കും കിട്ടിയിട്ടുണ്ടായിന് കൈനീട്ടം. പിന്നെ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി വീട്ടിലത്തെ ഭക്ഷണം ആക്കേണ്ട പണികളൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ തലേന്നത്തെ വിശേഷം.